ഇന്നത്തെ എപ്പിസോഡിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളുണ്ട്. രണ്ടല്ല, ശരിക്കും മൂന്ന്. കാരണം ആത്തില നൂറേം ഒരുമിച്ചല്ലല്ലോ ഇപ്പം. അപ്പൊ അവർ രണ്ടുപേര്, അപ്പം 3 പേര്. ആദ്യം പറയാനുള്ള എനിക്ക് അക്ബറിന്റെ കാര്യമാണ് കേട്ടോ. അക്ബറെ കുറിച്ച് ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, കാരണം അക്ബർ മോശം വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആ ടീം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ടീമായിട്ട് മാറിയോണ്ട് നമുക്കത് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അക്ബർ കളിച്ച ഗെയിമില് ബിഗ് ബോസ് ലെവൽ ഗെയിം എന്ന് എനിക്ക് പറയാനുള്ളൂ. ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പറയേണ്ടത് പറയേണ്ട പോലെ പറയേണ്ട ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ അക്ബറിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ അക്ബറിന് ഇത്ര കഴിവുണ്ട്. അപ്പം എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല? വെറുതെ അടിപിടിക്കാനും പുഷ് ചെയ്യാനും ചീത്ത പറയാനും പോകുന്ന നേരം കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയും പറയാം എന്നുള്ള അക്ബറിന് മനസ്സിലായല്ലോ. അക്ബർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കാര്യം പറയാം അക്ബറിന്റെ എന്താണ് അക്ബർ ഷൈൻ ചെയ്തതെന്ന്. ആ പണിപ്പുര ടാസ്ക്. ഓക്കെ, പണിപ്പുര ടാസ്ക് അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ അക്ബറിന് മാത്രമല്ല, ഫുൾ ഹൗസിന് മനസ്സിലായിട്ടുണ്ട് അത് അവർക്കുള്ള ഒരു പണിയാണെന്നുള്ളത്. ഇന്നലെ വരെ അവർ ലൈറ്റ് ആയിട്ട് എടുത്തിരുന്നു. ഇന്ന് അവർക്ക് ആ ഗെയിം മനസ്സിലായി. എന്താണ്, അവർ പണിപ്പുരയിൽ കയറുമ്പോൾ സമ്മതിക്കരുത് ആ ബോംബ് എടുക്കാൻ. ഇന്ന് അവർ കളിച്ചു, അത് കറക്റ്റ് ആയിട്ട് കളിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് അക്ബറാണ്. അക്ബറാണ് അവിടെ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് വന്നത്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഈവൻ അനുവൊക്കെ എന്താണ്, അനു ആരുടെ പക്ഷത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുവിന്റെ വിശ്വാസമാണ് വയൽക്കാട് അനുവിന് ഒരു പണി കൊടുക്കൂല എന്നുള്ളത്. അതെന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അവരും ഗെയിം കളിക്കാൻ വന്നതല്ലേ. പക്ഷെ അനുവിന് അത് മനസ്സിലായിട്ടില്ല. പക്ഷെ അക്ബറും ബാക്കിയുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാത്രം, ഇപ്പൊ ആത്തില നൂറൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ടുണ്ട്. കാരണം ജസ്റ്റിഫിക്കേഷൻ നോക്കി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് അവർ കറക്റ്റ് ഗെയിം കളിച്ചത്, അവരെടുക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ജിഷിൻ ഒന്ന് പുറത്തു വന്നിട്ടുണ്ട്. വേണമെന്ന് വെച്ച് സമ്മതിച്ച് കൊടുക്കാം. പക്ഷെ ജിഷിന്റെ കയ്യിൽ ബോംബുണ്ട് അല്ലേ. ആ ബോംബ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ പണി കിട്ടാ? വീട്ടുകാർക്ക്. അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഗെയിം. ആ ഗെയിം മനസ്സിലായത് മാത്രമല്ല, ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ചെയ്ത് കണ്ടോ. ആ ഗെയിം മനസ്സിലായി, വീട്ടുകാർ മനസ്സിലായി കളിക്കാൻ തുടങ്ങിയപ്പം ബിഗ് ബോസ് ആരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു ഡിസിഷൻ മേക്കിംഗ്? ക്യാപ്റ്റൻ. അവിടെ ക്യാപ്റ്റന് കളിക്കായിരുന്നു. ക്യാപ്റ്റൻ നിവിൻ കറക്റ്റ് ആണ് ഡിസിഷൻ ചെയ്തത് കേട്ടോ. നിവിൻ എന്തറിയാം, നാളെ ഇവരെ സമ്മതിച്ചു കഴിഞ്ഞാൽ നിവിൻ തന്നെ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ ആ നേരം കൊണ്ട് വീട്ടുകാരുടെ കൂടെ നിന്ന് ഡിസിഷൻ എടുത്ത് കറക്റ്റ്. ഇവൻ കുറച്ച് അറിയായിരുന്നു. ഇവന് ആദ്യം ഒന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ല, പക്ഷെ എന്നാലും ജിസിലും എന്ന് പറഞ്ഞപ്പോ ഇവന് കത്തി. അപ്പോഴാണ് കത്തിയത്. അപ്പൊ ബ്രില്യൻ്റ് ആയിട്ട് വീട്ടുകാർ കളിച്ചു കേട്ടോ ഇന്ന് പണിപ്പുര ടാസ്കില്. പക്ഷെ അതിൽ പെട്ടുപോയ ഒരാളുണ്ട്, ജിഷിൻ. ജിഷിന് ഒരു രക്ഷയില്ല. ജിഷിന്റെ കാര്യം നമുക്ക് പറയാം. അപ്പൊ ഇതാണ് അക്ബറിന്റെ ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, അക്ബർ സെക്കൻഡ് ചെയ്ത കാര്യം, ആര്യൻ എഗെയിൻസ്റ്റ് സംസാരിച്ചു. വെരി ഗുഡ്. ആര്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തെറ്റാണെന്ന് പറഞ്ഞ അക്ബറിന് സല്യൂട്ട്. ശരിക്കും ഇതുവരെ അക്ബർ അത്ര സീരിയസ് ആയിട്ട് ഒരിക്കലും ആര്യൻ എഗെയിൻസ്റ്റ് പറഞ്ഞിട്ടില്ല. നമ്മള് അത് നേരത്തെ ചെയ്യണമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് കണ്ണടച്ച് പോയതാണ്. എപ്പോഴാണ് അക്ബറിന് അത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ വയൽക്കാട് വന്ന് പറഞ്ഞതിന്റെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അക്ബർ ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നല്ലോ. ഗെയിം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറഞ്ഞാലും ഒരു തെറ്റൂല. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതാണ് ഇവിടെ ശരി. അപ്പൊ അക്ബറിന് ആര്യൻ അഗെയിൻസ്റ്റ് പറഞ്ഞു. ആ പറയണം, അത് പറയണമായിരുന്നു. അത് ആര്യന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പിന്നെയും പറയാം, അതെന്താ വിഷയം. അപ്പൊ ഇതാണ് അക്ബറിന്റെ മെയിൻ സംഭവങ്ങൾ നടന്നത്. ഇനി അടുത്ത നമ്മുടെ ആള് ആതില നൂറാണ്. ആതില നൂറയുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ അനുമോളുടെ സ്ട്രാറ്റജി പൊട്ടിക്കലാണ് കേട്ടോ. സത്യമായിട്ടും ഞാൻ എത്ര നന്നായിട്ട് സ്വന്തം എന്നാ ഉപദ്രവിക്കുന്നില്ല. അനുമോളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ അനുമോൾക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അവര് ഇട്ടുകൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലൂടെ അനുമോളിന് ആൻസർ ഇല്ലാതാവുന്നുണ്ട്. അനുമോൾ ഇന്ന് കളിക്കുന്ന, അപ്പൊ നമുക്ക് അനുമോളിലേക്ക് വരാം. എന്താ അനുമോൾ കളിക്കുന്ന സ്ട്രാറ്റജി? അനുമോളുടെ സ്ട്രാറ്റജി സെയിം റിപ്പീറ്റേഷൻ മോഡാണ്. ലാസ്റ്റ് വീക്കിലെ സെയിം റിപ്പീറ്റേഷൻ മോഡ്. വേറൊന്നല്ല, പുള്ളികൾക്ക് മനസ്സിലായി നമ്മുടെ വയൽക്കാട് എൻട്രി വന്നല്ലോ, അവരെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതാണ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി പുള്ളിക്കാരി. അതേ മോഡിലേക്കാണ് പുള്ളിക്കാരി പോകുന്നത്. അതേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാനുള്ള അതേ തിങ്. അത് തുടങ്ങി വെക്കുന്നത് എപ്പോഴും കിച്ചണിൽ നിന്നാണ്. കിച്ചണിലാണല്ലോ കൂടുതൽ വിഷയവും ആൾക്കാരൊക്കെ വരുന്നതും. അവിടെ കൺട്രോൾ ചെയ്യാൻ, ഫുഡ് കൊടുക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദേഷ്യം വരില്ലേ. അപ്പം അവിടെ നിന്നാണ് പുള്ളിക്കാരി സ്ട്രാറ്റജി തുടങ്ങുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. രണ്ട് ദോശ ആ വെള്ളം പോലത്തെ കറിയും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് വിശപ്പ് തീരുക? അപ്പൊ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കറക്റ്റ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും, സ്ത്രീകളടക്കം അവർക്ക് വിശപ്പ് മാറില്ല. പിന്നെയാണ് ഇത്ര വലിയ വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ആണുങ്ങൾക്ക് വിശപ്പ് മാറുന്നത്. അപ്പൊ അത് ശരിയല്ല. അനുമോൾ പറയുന്നത് ശരിയല്ല. 2 ദോശ കൊടുക്കുന്നത്. പിന്നെ ഈ ഭക്ഷണം കൊടുക്കുമ്പോണ്ടല്ലോ വളരെ രസകരമായിട്ട് കൊടുക്കുക. അല്ലാതെ അത് ഏതൊരു ഭിക്ഷ കൊടുക്കുന്ന പോലെ, ഭിക്ഷ കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു നല്ല മനസ്സോടെ കൊടുക്കും അല്ലെ. ഇത് വളരെ അനുവിന്റെ ഏതോ ഒരു ഔദാര്യത്തിൽ ഇവർ കഴിക്കുന്ന പോലെ പലപ്പോഴും അനു പെരുമാറാറുണ്ട്. അത് ആർക്കും ഇഷ്ടപ്പെടില്ല.
അതുകൊണ്ട് തന്നെയാണ് അവിടെ ആൾക്കാര് അനുവിന്റെ അഗേൻസ്റ്റ് പറയുന്നതും. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ നമ്മുടെ ലക്ഷ്മിയുടെ പ്രശ്നമായിരുന്നു. അത് അനു എടുത്ത് തലയിലേക്ക് വെച്ചാന്ന് എനിക്കും തോന്നി. കാരണം ലക്ഷ്മിയാണ് അവിടെ ക്യാപ്റ്റൻ അല്ലെ. ലക്ഷ്മിക്ക് പക്ഷെ പറഞ്ഞു കൊടുത്തില്ല. അനു ഒന്ന് ജസ്റ്റ് ഗൈഡൊക്കെ ചെയ്യണമായിരുന്നു. അത് പറയുന്നുണ്ട്, നൂറ അവിടെ പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ, നീ നേരത്തെ നിന്നിട്ടുള്ളതല്ലേ, അപ്പൊ നിനക്കറിയാം, നീ നേരത്തെയും കൊടുത്തിട്ടുണ്ട് ഭക്ഷണം, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അനു. അപ്പൊ അനുവിന് അറിയാം. പക്ഷെ അനു അവിടെ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാന്ന്, അനു മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കിയതാന്ന് ആദിലോടും പറയുന്നുണ്ട്. നീ മിണ്ടാതിരിക്കും, അത്രയും കൊടുത്താൽ മതി എന്ന് ആദിലോട് പറയുന്നുണ്ട് അല്ലേ. അതിലത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അനുവിന്റെ ഗെയിം പതുക്കെ പതുക്കെ ആദിലെ നൂറയും പൊളിക്കുന്നത്. കാരണം അനുവിന് ബെനിഫിറ്റ് കിട്ടി, മനസ്സിലായി അനുവിന്റെ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് പുറത്തുനിന്ന്. പക്ഷെ വീട്ടുകാർക്കും അതേ ക്ലൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടുകാർ കളിക്കാതിരിക്കോ? ഈ ആദില, നൂറ, ശൈത്യ ഇവർക്കൊക്കെ മനസ്സിലായി അനുവിന്റെ ഗെയിം എന്താന്ന്. അപ്പം അവിടെ തൊട്ട് അവര് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നെവിൻ എന്തായാലും അങ്ങനെ അനുമോളെ എടുത്തിട്ട് കിച്ചണിൽ നിന്ന് തിരിച്ചതിലേക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല, കഴിഞ്ഞ ആഴ്ച അനുമോൾ കിച്ചണിൽ നിന്ന് ഇതേ സെയിം പ്രശ്നമാണ്, ഇതേ സെയിം കാര്യം റിപ്പീറ്റേഷൻ മോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശരത്തിന്റെ ടീമിലായിരുന്നല്ലോ, ശരത്ത് ക്യാപ്റ്റൻ ആയിരുന്നപ്പം അപ്പോഴും കിച്ചൺ ടീമിലായിരുന്നു. എന്നിട്ട് ഇടക്ക് ഒരു മിഡ് വീക്കിൽ വെച്ചിട്ട് മാറ്റിയത് ഓർമ്മയുണ്ടോ? അതേ റിപ്പീറ്റേഷൻ മോഡിൽ പിന്നെയും വന്നിട്ടുണ്ട് ഇന്ന്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല നിവിൻ എന്താ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ കുറെ ഡിസിഷൻ എടുക്കുന്നതെന്ന്. അപ്പം ഇത് റിപ്പീറ്റേഷൻ മോഡാകുമ്പോഴാണ് അനുവിന്റെ ഗെയിം പൊളിയുന്നത്, മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോടെ അനു പോയി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അതാണല്ലോ പുള്ളിക്കാരുടെ. അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. എന്താ പറയുന്നത്, ഞാൻ 2 ദോശ കൊടുത്തു, 1 ദോശ കഴിച്ചാൽ മതിയായിരുന്നു, 1 ദോശ കഴിച്ചാൽ മതി എന്ന് അനുവാണോ തീരുമാനിക്കുന്നത്? അവിടെ വിശക്കുന്ന ആൾക്കാരുണ്ട്, വെറുതെ എ സിയിൽ ഇരിക്കുവല്ലേ, പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. ഇന്ന് നല്ല പണി വന്നല്ലോ, വീക്ക്ലി ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ദേഹം നല്ലോണം അനങ്ങുന്നുണ്ടായിരുന്നല്ലോ. അവർക്ക് വിശക്കും. വിശപ്പിന്റെ കാര്യം കണക്ക് പറയുന്നത് ശരിയല്ല. അത് ആദില അവിടെ പറഞ്ഞിട്ടുണ്ട്, കണക്ക് പറയരുത്. ഞാൻ ഉത്തരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ശീലിപ്പിച്ചു പോയി. ഇതെന്താണ്ട് അനുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന പോലെയാണ് അനു സംസാരിക്കുന്നത്. അത് തെറ്റാണ്. അത് അനുവിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് എക്സ്പോസ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിക്കും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഇന്ന് അനുവിന്റെ ഗെയിം എന്താന്ന്, കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. അപ്പൊ അനു എവിടെയും പോയിട്ട് ഇതേപോലെ നല്ല സാരിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു അനു, കൊടുത്തിട്ട് പോയി എങ്ങനെ ഒറ്റപ്പെടല് എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ വിഷയം ഇതന്നെ എടുത്തിട്ട് ഞാനായോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അനു ആയോണ്ടല്ല, അനു ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അനു ചെയ്യുന്ന അനുവിന്റെ ടീം. അപ്പൊ അവിടെ ഉണ്ടായ ഒരു ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് അനുവിന്റെ തലയിലേക്ക് എടുത്ത് അനു ഇങ്ങനെ ആക്കിയതാണ് ശരിക്കും പറഞ്ഞത്. എന്നിട്ട് അനു ഒറ്റപ്പെട്ടിട്ട് പോയി ഇരിക്കുക, ഇതാണ് അനുവിന്റെ സ്ട്രാറ്റജി. പക്ഷെ ആദില, നൂർ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാതാകുമ്പോൾ അനു എനിക്ക് പോകും. അത് ശ്രദ്ധിച്ചോ, എപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല അനു എനിക്ക് അവിടെ നിന്ന് ഓടിയിട്ടുണ്ട്, ഒരിക്കൽ പോലും അവിടെ നിന്നിട്ടില്ല. അപ്പം ആദില, നൂറ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഗെയിം എന്താന്ന് അനുവിന്റെ. അവർക്ക് മാത്രമല്ല ശൈത്യക്കും മനസ്സിലായിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതാണ് അനുവിന്റെ മെയിൻ സ്ട്രാറ്റജി. ഇനി അനു ഇതുപോലെ തന്നെ നമ്മുടെ ജിഷിനോട് കൂട്ടുപിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ജിഷിന്റെ ടീമിൽ കയറി, ഇപ്പൊ കിച്ചൺ ടീമിൽ നിന്ന് മാറി ഇപ്പം ബാത്റൂം ടീമിലായിട്ട് പോലും അവിടെ പോയിട്ടും പുള്ളിക്കാരോട് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന പോലെ ആണ്, വീട്ടിൽ ബാത്റൂമിൽ ഇതാണ്, അങ്ങനെ എന്തോ വിഷയം പറഞ്ഞു. പക്ഷെ ഇതേ ആള് അതിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിലായിരുന്നു. അപ്പൊ അവർ രണ്ട് കിച്ചണിലായിരുന്നപ്പോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കിച്ചണിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു, വീട്ടിലെ കൊടുക്കുന്ന പോലെ പറ്റുമോ, ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ മനസ്സിലായോ, ഡബിൾ സ്റ്റാൻഡ് അവിടെ എക്സ്പോസ് ആക്കി പുള്ളിക്കാരുടെ. അപ്പൊ പുള്ളിക്കാരി അവിടെ കളിക്കുന്ന ഗെയിമാണത്, മനസ്സിലായോ? അത് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത പറയാനുള്ളത് ജിഷിന്റെ കാര്യമാണ്. ഈ ജിഷിന്റെ കാര്യം പറയുമ്പോൾ പറയാം, ജിഷിൻ പുള്ളിക്കാരൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുള്ളൂ. ചെയ്യുന്നതൊക്കെ മണ്ടത്തരായിട്ട് വരുന്നുള്ളൂ. ഫസ്റ്റ് കാര്യം, പണിപ്പുര ടാസ്ക് ചെയ്തു, ജിഷിൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് വീട്ടുകാർക്ക് ആ സ്ട്രാറ്റജി എടുത്തേ പറ്റൂ, കാരണം അവർക്ക് റിസ്ക് ആണ് അല്ലെ. ഇന്നലെ തന്നെ 2-3 പണി കിട്ടിയിട്ടിരിക്കുകയാണ്, ഇനി അവർക്ക് അത് വേണ്ട, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. ഓക്കെ, ആ റിസ്ക് എടുക്കാണ്ടാണ് അവർ ചെയ്ത പണി ജിഷിനാണ് കിട്ടിയത്. ജിഷിന് ഏറ്റവും വലിയ പണി എന്താ കൊടുത്തതെന്ന് അറിയോ? ബിഗ് ബോസ് ആണ് പണി കൊടുത്തത്. ബിഗ് ബോസിനോട് പറയാം ജിഷിൻ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ ജിഷിൻ എടുക്കാമെന്ന് വേണമെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ആ കണ്ടന്റ് എടുക്കണമെങ്കിൽ പറയാം. ബിഗ് ബോസ് എന്ത് ചെയ്തു, അത് വീട്ടുകാരിലേക്ക് ഇട്ടുകൊടുത്തു. കാരണം എന്താണ്, വീട്ടുകാർ അവിടെ കളിച്ചു തുടങ്ങിയപ്പം ബിഗ് ബോസ് അത് വീട്ടുകാരിലേക്ക് ഇട്ടുകൊടുത്തു. അതാണ് ജിഷിന് പറ്റിയ പണി. കുറെ നേരം അതുകൊണ്ട് ഇരുന്ന് ശ്രമിച്ചു കേട്ടോ പുള്ളിക്കാരൻ, കുറെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ബിഗ് ബോസിനോടാണ് കളിക്കുന്നത്, അത് നടന്നില്ല. പുള്ളിക്കാരൻ കുറെ ശ്രമിച്ചു. അപ്പൊ എന്തായാലും അക്ബറിന്റെ ഇന്റലിജന്റ് ഗെയിമാണ് അവിടെ വീട്ടുകാർക്ക് ഗുണകരമായി വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് അക്ബറിന്റെ ലീഡ് ഞാൻ കണ്ടത്. ഇനി അടുത്ത വന്നത് നമ്മുടെ ടാസ്കില് എല്ലാരും
സൂപ്പർ അറിയാലോ, നോമിനേഷൻ സൂപ്പർ കാർഡ്, പിന്നെ എന്താണ് ഇമ്മ്യൂണിറ്റി സൂപ്പർ പവർ, പിന്നെ ഫാമിലി പവർ. ഇതൊക്കെയാണ് 3 പവറാണ് കിട്ടുക ജയിക്കുന്ന ടീമിന്. ബിഗ് ബോസ് ആണ് ഡിവൈഡ് ചെയ്ത് അടിപൊളിയായിട്ട് ദുഷ്മൻസിനെല്ലാം, അതായത് ശത്രുക്കളെല്ലാം ഒരുമിച്ചിട്ട് ഒരു ടീമാക്കി. ഇനി ജയിച്ചു കഴിഞ്ഞാൽ അവർ ആ കാർഡ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് അടുത്ത രസം. അപ്പം ഈ വീക്ക്ലി ടാസ്ക് കഴിയുമ്പോഴേക്കും ഒരു രസം ഉണ്ടാവും. നന്നായി വീക്ക്ലി ടാസ്ക് കൊടുത്തു, കാരണം സമയമുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സമയമുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഈ വീക്ക്ലി ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അതില് അനീഷ് അനീഷ് ആക്ച്വലി കളിക്കുമ്പം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കട്ടിലിന്റെ അടിയിലൊക്കെ പോയിരിക്കുന്നത്, അല്ല പുതപ്പിന്റെ അടിയിലൊക്കെ പോയിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോയി എല്ലാവർക്കും ആക്രമിക്കാൻ എളുപ്പമല്ലേ? ഓടണം, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്താ കാര്യം? ശരത്തും ടീമിനൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിന് പകരം പുള്ളിക്കാരൻ ഞാൻ കണ്ടപ്പോൾ പേടിച്ചുപോയി ശരിക്കും പറഞ്ഞ, ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അവിടെ അനീഷും ആ ടീമാണ് പോയത് കേട്ടോ. ലാസ്റ്റൊക്കെ എല്ലാവർക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. രണ്ടുപേര്, രേണുവിനും അനീഷിനുമാണ് പറ്റിയത് പ്രശ്നം. രേണുവിനും ആരോഗ്യ പ്രശ്നമാണ് പുള്ളിക്കാരിക്ക്, അപ്പം അത് സ്വാഭാവികം. അപ്പൊ അങ്ങനെ പറ്റി. പക്ഷെ അവര് ഔട്ടായി, അനീഷ് ഔട്ടായിട്ടുണ്ട്. അപ്പൊ ബാക്കി ടീമിന് നാളെ കളിക്കും. ഇനി ആര്യൻ, ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ ആര്യന്റെ പ്രശ്നം അതാണ്. അവിടെ ആര്യൻ തുടങ്ങി. ആര്യന് ഒരു കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞാലും, എന്തൊക്കെ ലാലേട്ടം വന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ തലക്കേറില്ല. ആ കുട്ടി അങ്ങനെയാണ്, ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ വീടിന്റെ ഒരു മുറിയിലിരുന്ന് ഫ്രണ്ട്സ് തമ്മിൽ പറയുന്ന പോലെ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വന്നിട്ട് പറയാൻ പറ്റൂല ആര്യ. കാര്യം എന്താണെന്നറിയോ? അത് പബ്ലിക്കിലേക്ക് എത്തും, അവർ ഒപ്പീനിയൻ പറയും, പിന്നെ നിങ്ങളെ അവർ ജഡ്ജ് ചെയ്യും. ഈ ഷോ അങ്ങനത്തെ ഒരു ഷോ ആണ്. അതുകൊണ്ടല്ലേ ലാലേട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് നിങ്ങളുടെ ജഡ്ജ്മെന്റ് പറയുന്നത്. അപ്പം നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും പറയുന്ന രീതിയും ഒക്കെ സൂക്ഷിക്കണം. അതും ഇങ്ങനത്തെ സെൻസിറ്റീവ് ടോപ്പിക്കിൽ പറയാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അത് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് സങ്കടം. അതിന്റെ കൂടെ ഇരുന്നാണ് ജിഷിൻ. അതാ ഞാൻ പറഞ്ഞു, ജിഷിൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, എവിടെ പോയാലും ദുരിതമാണ്. എന്തൊരു ദുരിതമാണ് എന്റെ പൊന്നെ. അനുവിന്റെ കൂടെ പോയിരുന്നിട്ട് അനുവിന്റെ ആ ഇഷ്യൂലും പുള്ളിക്കാരനുണ്ട്. ഇന്നത്തെ ഇത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് കഴിഞ്ഞിട്ടും നാണം കെട്ട് പോരേണ്ടി വന്നു. ഇനി ആര്യന്റെ കൂടെ പോയിട്ടും ഇങ്ങനെ ഇരിപ്പുണ്ട്, എന്നിട്ട് പോയി ചിരിക്കുന്നു. അത് തെറ്റാന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം പുള്ളിക്കാരൻ ഫുൾ റോങ് ആണ് കേട്ടോ. ജിഷിൻ ഫുൾ റോങ് സൈഡിലേക്ക്. ലക്ഷ്മിയോടൊക്കെ സംസാരിക്കുന്ന രീതി. ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു, ഇന്ന് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമാണ്, കഴിക്കാൻ പറ്റില്ല. ഇത് എവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ? ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറം നാട്ടില് ഇപ്പൊ പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പുറം നാട്ടിലേക്കൊന്നും ആൾക്കാർ പോയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പുറം നാട്ടിലൊക്കെയാണ്, അവരൊക്കെ ഫ്രീസ് ചെയ്യുന്നില്ലേ? വേപ്പല, പച്ചമുളക്, ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കും ചില സമയത്ത്. പിന്നെ എപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റുമോ? കിട്ടണമൊന്നുമില്ല. അപ്പം കിട്ടുന്ന വെജിറ്റബിൾസ് ഫ്രീസ് ചെയ്താന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെന്നോ കിട്ടുന്ന വിവരമൊക്കെ എടുത്ത് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരൻ ഫുൾ മണ്ടത്തരം കാണിക്കും. പറയുന്ന രീതി ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഭാഷ വളരെ വൃത്തികെട്ട ഭാഷ. അപ്പൊ എനിക്ക് ലക്ഷ്മിയോടൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇയാളാണ് നമ്മുടെ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് കാര്യത്തിന്? ഈ രേണുവിനെ പറഞ്ഞു, രേണു സുധീരെ മരിക്കുന്നോ, സുധീരേട്ടൻ്റെ അടുത്ത് പോകുന്നോ, ഇങ്ങനെയാണെങ്കിൽ തൊട്ടാ മതി പോകുന്നൊക്കെ പറയുന്നൊക്കെ തെറ്റാണ് രാജ. നമുക്ക് നമ്മുടെ ആയുസ് പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ആരെപ്പോ പോകുന്നു ഒരു പിടുത്തമില്ല, നമ്മളൊക്കെ പോവിടുന്നു. പക്ഷെ എപ്പോ ആരെന്നൊക്കെ അതൊക്കെ ഒരു രീതിക്ക് അങ്ങ് നടന്നു പോകുന്നു. അപ്പം ആ കുട്ടിക്ക് അതിനുള്ള സീരിയസ്നെസ്സോ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഒന്നുമില്ല. അത് പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിലായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവിടെ അക്ബർ എന്തോ അനീഷിനെ ചിരിച്ചു, ഓക്കെ എന്തോ ചിരിച്ചു, അത് തെറ്റാണ്. പക്ഷെ അതുപോലെയാണോ ഈ ഒരു വലിയൊരു വിഷയം? അത് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അത് അങ്ങനെ പറയാൻ പാടില്ല. അത് ആ കുട്ടിക്ക് എന്തോ, ഇനി ലാലേട്ടൻ വന്നിട്ട് വെറുതെ വേസ്റ്റ് തന്നെ കേട്ടോ, സമയം വേസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? ആ കുട്ടിയുടെ തലയിലേക്ക് ഒന്നും കയറില്ല. അത് അങ്ങനത്തെ ഒരു കുട്ടിയാണത്. അതങ്ങനെ പോട്ടെ. അപ്പൊ അതാണ് ആര്യന്റെ വിഷയം മെയിൻ ആയിട്ട് ഉണ്ടായത്. അവിടെ അക്ബർ സംസാരിച്ചു. അപ്പൊ അക്ബറിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുൾ പോസിറ്റീവ് ആയിട്ടാണ് പോയിട്ടുള്ളത്. എപ്പിസോഡ് മൊത്തം പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് കണ്ടത്, നെഗറ്റീവ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് ജിസിൽ അനുമോള് ജയിൽ. അവിടെയും അനുമോളെ എക്സ്പോസ് ചെയ്തു. കണ്ടോ, സിമ്പിളായിട്ട് എക്സ്പോസ് ചെയ്തില്ലേ? ചോദിച്ചില്ലേ, ജിസിൽ അനുമോളിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തിനാണ് ഈ വാശി? എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സോറി പറഞ്ഞൂടെ?
അപ്പൊ പറഞ്ഞു സോറി പറയാൻ പറ്റില്ല, അപ്പൊ നീ നല്ല മനുഷ്യനാണോ, കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പൊ ഇവിടെ അനുമോൾ എക്സ്പോസ് ആയി ഫുൾ എപ്പിസോഡ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ശരിക്കും നമുക്ക് കാണിച്ചു തരണം. ഇനി കണ്ട് മനസ്സിലാക്കാത്തവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയും ഗെയിം ഫ്ലോ ആണ് അവിടെ കാണിച്ചു തരുന്നത്. മനസ്സിലായോ അനുമോൾ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ളത്? അവിടെ എല്ലാവർക്കും മനസ്സിലായി. അപ്പം ആദില നൂറയും പിന്നെ ആദില ശൈത്യയോട് പറയുന്നുണ്ട് അനുമോളുടെ ഗെയിമിനെ കുറിച്ച്. എസ്പെഷ്യലി ഇതെനിക്ക് പറയാൻ കാരണം വെച്ചാല് നമ്മുടെ ഇവര് പറയുന്നുണ്ട് നമ്മുടെ ഈ പാവ അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത് പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലായി അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത്. കണ്ണുനീര് എല്ലാം ശ്വസിക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം ഗെയിം സ്ട്രാറ്റജി ആണെന്ന് അവർക്ക് മനസ്സിലായോ? അപ്പൊ അവിടെ ഇനി അതില പറയുന്നുണ്ട് ഞാൻ അവരുടെ പുറകെ നിൽക്കില്ല, വേറെ എക്സ്ട്രാ കളിച്ചില്ലെങ്കിൽ എനിക്ക് പുറത്ത് വന്നാൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല ഇന്റർവ്യൂസ്. അപ്പൊ മനസ്സിലായതാണ്. അപ്പൊ അവര് ഗെയിം ഇനി അങ്ങോട്ട് വേറെ രീതി തന്നെ പോകും കേട്ടോ. അപ്പൊ നന്നായി. അങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്ന ഒരു കാര്യമില്ല. നമുക്ക് ശരിയും തോന്നുന്നത് നമ്മൾ ചെയ്യാം, തെറ്റും തോന്നുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മളെ ഫ്രണ്ട് ആയാലും എന്താ, നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അവിടെ ബിഗ് ബോസിൽ. അത് ആദ്യം മനസ്സിലാക്കാം. ഇതൊക്കെ പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയി, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ BB+ല് ആണ് കുറെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ ഒന്നുമില്ല, സാബുമോന്റെ സാബുമോൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ആക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യനല്ലാന്ന് എനിക്ക് തോന്നി. കാരണം വല്ലപ്പോഴും ആ മനുഷ്യൻ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ആര് എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ, ഇപ്പൊ നോറ ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തൊരു കുട്ടിയാണ്. നോറ സംസാരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കറക്റ്റ് ടോപ്പിക്കിൽ കറക്റ്റ് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരി. അപ്പം പ്രോബബ്ലി മേ ബി സാബുമാനും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആക്റ്റീവ് ആവാം, കറക്റ്റ് പോയിന്റ് സംസാരിക്കാം, അറിയില്ല, നോക്കാം പുള്ളിക്കാരി എങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോണ്ടല്ലോ, സാബുമാന്റെ പ്രൊഫസർ നടക്കുമ്പം അനുമോൾ എപ്പോഴും മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാ, ഒരു സാരിയെ കൊടുത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത്, ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്നത് ഒരു സീനിൽ ഒരു ഫ്രെയിം. വീട്ടുകാരൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലാട്ടാ അനുമോളിനെ, കുറെ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് അത് ബിഗ് ബോസ് ക്ലോസപ്പ് ഒക്കെ കാണിക്കുന്നൊന്നുമില്ല. ബിഗ് ബോസിന് മനസ്സിലായി, മടിയത്തോട്ടോ ബിഗ് ബോസ് ടീമിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ അനുമോളുടെ സ്ട്രാറ്റജി. പക്ഷെ ഈ സെയിം സ്ഥാനം ഉണ്ടല്ലോ, നമുക്ക് ഇനിയും കുറെ ആഴ്ചകൾ പോകാനുണ്ട്. ആൾക്കാരെ ഫുള്ളാക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്, എപ്പോഴെപ്പോഴും പറ്റൂല. അതാണ് സത്യാവസ്ഥ. ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി എന്താ സംഭവം. അപ്പൊ ഇന്ന് അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? എനിക്ക് ഒന്നും ജെന്യുവനായിട്ടൊന്നും തോന്നിയില്ല. ഒരു ദോശ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് ഒന്നും ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പുള്ളിക്കാരിയെ നല്ലോണം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ആൻസർ ഇല്ല പറയാനായിട്ട്, അല്ലെ? പിന്നെ അനുമോള് ഫുൾ സപ്പോർട്ട് വൈൽഡ് കാർഡിന്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് തന്നെ പണിയിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം, അനുമോൾക്ക് ഇങ്ങനെ അറിയാം അനുമോൾക്ക് പണിയിട്ടില്ല എന്നുള്ളത്. ഒരു പണിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ. എന്നിട്ട് വീട്ടുകാരോട് നിൽക്കാതെ മറ്റിടത്ത് നിൽക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? ഇല്ല, അതൊന്നും അർത്ഥമില്ല. അതില് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സീസണൽ ആണെന്ന്. എപ്പോഴാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം, അത് വല്ലപ്പോഴും വല്ലയിടത്തേക്ക് പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നുണ്ട് അക്ബറൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ലക്ഷ്മിയെ കുറിച്ച് ജിഷിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഫീമെയിൽ ഷോവനിസ്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ള. ജിഷിനും ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ലക്ഷ്മി കാര്യങ്ങൾ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ വോയിസ് അത്ര ഒച്ചെടുക്കാത്തതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന് അനീഷ് ഫെയിൽ ആയി കഴിഞ്ഞപ്പം ശരത്തൊക്കെ വന്നിട്ട് എന്തിനാണ് അനീഷിനെ മാത്രം കുറ്റം പറയുന്നത്? അനീഷിനെ മാത്രം കുറ്റമാണോ? അത് ടീം വർക്കല്ലേ, നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ ടീമില്. അപ്പം ഒരാളുടെ മേലിൽ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. പിന്നെ നിങ്ങൾ ഫോളോ കാണിച്ചു, ആ ക്യാപ്പ് എടുത്ത് അനീഷിന്റെ തലയിൽ ഉണ്ടായിരുന്നില്ല, അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തായിരുന്നു ക്യാപ്പ് വെക്കണം എന്നാണ്. അതൊരു ഫൗൾ ഗെയിം ആയതുകൊണ്ടാണ് ബിഗ് ബോസ് ഔട്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഷാനവാസ് എടുക്കുകയും ചെയ്തല്ലോ പകുതി ക്യാപ്പ്. പക്ഷെ അവിടെ അനീഷിനെ മാത്രം കുറ്റം പറയുന്നത് അർത്ഥമില്ല. അപ്പൊ എന്താ അറിയോ, ശരത്തിന് എന്താ വേണ്ടതെന്ന് അറിയോ? ശരത്തിന് ടീമില് അക്ബർ വേണം. ഈ അക്ബറിന്റെ തലയിൽ നിന്ന് പോവാന്ന് വിചാരിച്ചിരിക്കണോ ശരത്ത്? ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാൻ നോക്കും ശരത്ത്. എന്നും അക്ബർ ഉണ്ടാവോ ടീമില്? അക്ബർ ആകുമ്പം നല്ല സ്ട്രോങ് ആണല്ലോ, എല്ലാ ഫിസിക്കൽ ടാസ്കിനും പുള്ളിക്കാരനും പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ശരത്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ബിഗ് ബോസ് കളിച്ചത് ഗെയിം, മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് പറയാനുള്ള കുറച്ച് ആൾക്കാർ ഷൈൻ ചെയ്തിട്ടുണ്ട്, പുതിയ ആൾക്കാർ ഷൈൻ ചെയ്ത് വരുന്നു. അനുമോള് സെയിം സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാരും അങ്ങ് കണ്ടിക്കുവാണ് സ്ട്രാറ്റജിയൊക്കെ, ഒരു രക്ഷയില്ല, ഒക്കുന്നില്ല അനുമോൾക്ക്. അതാണ് അനുമോളുടെ വിഷമം. അപ്പൊ നമുക്ക് നോക്കാം നാളെ എന്ത് സ്ട്രാറ്റജി എടുക്കും നമുക്ക് നോക്കാം. എന്തായാലും ജിസിനിലൂടെയാണ് അനുമോള് കളിക്കുന്ന ഗെയിം.
അതൊക്കെ എങ്ങനെ പോകുന്നു നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.